ഇപ്പോഴും അമ്മാന്ന് തന്നെ വിളിക്കാൻ താല്പര്യവും ആഗ്രഹവും. എനിക്ക് രണ്ടമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒരമ്മ മഞ്ജു ചേച്ചിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് ഭാവി പ്ലാൻസ് ഒക്കെ? ഭാവി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം. ഈ രീതിക്ക് സങ്കല്പങ്ങൾ പോലെ നടക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എൻ്റെ ഇപ്പോഴത്തെ കല്യാണം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കണ്ടിട്ട് 3-ാമത്തെ ദിവസം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് 4-ാമത്തെ ദിവസം കറങ്ങുക, ബൈക്കിൽ കറങ്ങുക, പിന്നെ പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രണയമുണ്ട്. പിന്നെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയ്സ് അവന് വേറെ പ്രണയം ഉണ്ടായിരുന്നു, ഗെയ്സ് എന്നെ ചീറ്റ് ചെയ്യായിരുന്നു, ഗെയ്സ് ഈ ഇടയ്ക്ക് പല കാര്യങ്ങൾ നടന്നിരിക്കും. അതൊന്നും അവർ അറിയുന്നില്ല. പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കും. മക്കളെ മുത്തല്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോ, എന്ത് ഇത് പ്രണയിക്കുന്ന സമയം അതേല്ലേ ജീവിതത്തിന്റെ വേറൊരു ശൈലിയിലോട്ട് പൊക്കോണ്ടിരിക്കുക. നീ വാച്ചിപ്പിടി വേട്ടർ കണ്ടിട്ടുണ്ടോ ചോദിച്ചത്? സെലിബ്രിറ്റിയാ പക്ഷെ എന്ത് കാണാൻ വേണ്ടി ഇത് എപ്പോഴെങ്കിലും വന്നാ വണ്ടി വണ്ടി എന്ത് അവിടെ നിന്ന് ഒരാളോ ഇങ്ങനെ ആക്കുന്നുണ്ട്, നിനക്ക് തോന്നിയിരിക്കും. ഇല്ല തോന്നിയടാ ഉണ്ട്. അവനെ ഞാൻ വണ്ടി തിരിച്ചു വന്നപ്പോഴും ഇതേ സാധനം അവിടെ നിന്നിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അവനും കണ്ട് ഞാനും കണ്ടില്ല. ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ ഈ ട്രാപ്പിന്റെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇത് തിന്നണം. തിന്നണോ? അത് തിന്നണം. അല്ലെ വിളിച്ചോണ്ട് പോടാ. ഈ തൊലി തിന്നണമെന്നില്ല. പെട്ടെന്ന് എടുത്ത വരസം. ഇനി അടുത്തത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. ഇതിനൊരു പേരുണ്ട്. തുടങ്ങാൻ പോണുള്ള ഒരു പേരുണ്ട്. ഇതിന്റെ പേരാണ് ലെമൺ ട്രാപ്പ്. ലെമൺ ട്രാപ്പാ? ലെമൺ ട്രാപ്പ്. ലെമൺ ട്രാപ്പ് ഓരോന്നും കൊണ്ട് വരുവാ. ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിനൊക്കെ ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇത് തിന്നണം. തിന്നണോ? അത് തിന്നണം. ഇത് ഇങ്ങനെ തന്നെ പഴുത്ത നാരങ്ങ. പ്രിയമുള്ളവരെ, ഇത് തുടങ്ങുമ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞേ അളിയൻസിലുള്ള ലല്ലുല്ലേ എന്നെ വിളിക്കുമ്പോൾ ചോദിച്ചതാ, ചേട്ടാ നമുക്ക് ചെറിയൊരു ഇന്റർവ്യൂ വരും, വോയിസ് ഓഫ് കേരളയിൽ നിന്ന് വരുവാണ്, ചെറിയ ഇന്റർവ്യൂ വരും. വേറെ ഒന്നും ഇല്ല ചേട്ടാ, ഫണ്ണിയായിട്ട് നമുക്ക് അവിടെ നടക്കുന്ന വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരൂലായിരുന്നു. നാരങ്ങ ഫണ്ണിയാണ്. ഇതാ അത് കഴിച്ചു നോക്കപ്പ അറിയാ ഫണ്ണിയാണോ? വെള്ളം കുടിച്ചാൽ നല്ല സുഖ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൗമുദിയിലെ അളിയൻസ് ആരംഭിച്ചത് ഏത് വർഷം, ഏത് മാസം, ഏത് തീയതി? ഫസ്റ്റ് പോയിട്ട് കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ ഇവിടെ യൂട്യൂബ് അല്ലെ ഗൂഗിളൊക്കെ നോക്കിയിട്ട് വന്നിന്ന് ചോദിച്ചോണ്ടിരിക്കുക. എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ A to Z കാര്യങ്ങളൊന്നും അറിയണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ഡയറക്ടർ പറയണമായിരുന്നു ഇതൊക്കെ അറിഞ്ഞാലേ നിന്നെ അഭിനയിപ്പിക്കുമായിരുന്നു. പുള്ളി ഇതൊന്നും ചോദിച്ചില്ലല്ലേ? ഇതിന്റെ മറ്റേ നീര് പിടിച്ചാ മതിയാ? കടിച്ചോ, നീര് വരും. തൊലി തിന്നണമെന്നില്ല. പെട്ടെന്ന് എടുത്തോ വരസം. 24 ഫെബ്രുവരി 2020 24 ഫെബ്രുവരി 2020 ആണ് അളിയൻസ് കൗമുദിയിൽ ആരംഭിക്കുന്നത്. അളിയൻസ് കൗമുദിയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, അളിയൻസ് നേരത്തെ ഉണ്ടായിരുന്നു വേറെ ചാനലിൽ. അളിയൻസ് വേഴ്സസ് അളിയൻസ്. ഇനി അടുത്തത് കുറച്ചൊരു നല്ല വലിയ ക്വസ്റ്റ്യൻ ആണ്. ചെറുതൊക്കെ ജോലി ഏത് എന്റെ സത്യം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അറിഞ്ഞൂടാ, അറിയാമോ? എന്നിട്ടാണ് ഞാൻ ഇതിന്റെയൊക്കെ പഠിച്ചത്. അത് ചോദിക്കാൻ പോവാണ്. ഇനി വേറെ കുറച്ചും കൂടെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാള ചരിത്ര മേഖലയിലെ 2 വ്യക്തികൾ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ള 2 മലയാളികൾ. ഒന്ന് PSC ആണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ ഇന്റർവ്യൂ അല്ല. ആദ്യത്തെ ഒരാൾ വരട്ടെ. മമ്മൂട്ടിയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ. ഈ രണ്ടാമത്തെ ആള് വരും. മമ്മൂട്ടിയാ? ദാദാ സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയാ? ഇനി അടുത്ത ആള് അടൂർ ഗോപാലകൃഷ്ണൻ. രണ്ടാമത്തെ ആള് വരും. അത് കിട്ടും. അതെല്ലാവർക്കും ഭയങ്കര വികാരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വികാരാണ് എല്ലാവർക്കും. ആ പേര് പറഞ്ഞാ മതി, കുഞ്ഞു കുട്ടികൾക്ക് വരെ വികാരാണ്. അത്രയ്ക്കും അടിപൊളിയാണ്. ഒരു ക്ലൂ താ പെട്ടെന്ന്. ഇതാണ് നടനാണോ? നടനാണ്. വലിയ നടൻ. നമ്മുടെ മലയാളികളുടെ അഭിമാനം. മലയാളികളുടെ അഭിമാനം അസീറാണോ? അല്ലല്ല, അങ്ങോട്ട് പോണ്ട. ആള് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴുണ്ട്. കറന്റ്ലി ഇപ്പോഴും യങ് ആൻഡ് സൂപ്പർ ആക്ടിംഗ് ആണ്. മമ്മൂക്കയാണോ? അല്ലല്ല, മോഹൻലാൽ. ശരി. മമ്മൂട്ടി പറഞ്ഞപ്പോ നേരത്തെ അല്ലെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ചളിയാണേ. കഴിഞ്ഞു. PSC കഴിഞ്ഞു. PSC കഴിഞ്ഞാ? ഇനി ചളിയാണേ.
പുട്ടും വഴിയിൽ ബ്രേക്ക് ഓഫ് ആയിട്ടുള്ള ഒരു കാറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഉം. എന്താണ് ബന്ധം? പുട്ടും വഴിയിൽ കിടക്കുന്ന ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു കാറും അവർ തമ്മിലൊരു ബന്ധമുണ്ട്. രണ്ടും തള്ളിയാലേ പോകുള്ളൂ. അത് തിന്നണ്ട, അല്ല ശരിയാ. നല്ല ടേസ്റ്റ് അതുകൊണ്ടാ. ഇറച്ചി ചേർക്കാത്ത മന്തി എന്ത് പറയും? ഏതാണ് മന്തി? ചമ്മന്തി ശരി. ആണാ? ആ ശരി. ശ്ശോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറ്റൂ. എപ്പോഴാണ് അവിവാഹിതയായ ലല്ലുവിന്റെ ആ ഒരു ഇതിലോട്ട് അതെ. വന്നത്? വാ. അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു എന്ന് എങ്ങനെ പറയും? അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ താഴെ നിൽക്കുവാണ്, ഉം. അവരെന്ത് പറയും? അവരെന്ത് പറയുന്നു? അവിവാഹിതയാണ് സ്ത്രീ. അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു, ഉം. നമ്മൾ എന്ത് പറയും? നമ്മളെന്ത് പറയും? ഇംഗ്ലീഷ് ആണോ? അപ്പൊ പഴയ കോമഡിയാ. നീ കേട്ടിട്ടില്ല. കിട്ടുന്നത് പറയട്ടെ. ഉം. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ. മിസ്അണ്ടർസ്റ്റാൻഡിങ് സിനിമയുടെ ഡയലോഗ. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ശരിയാ. അയലത്തെ വീട്ടിലും കാണപ്പെടും, അപ്പുറത്തെ വീട്ടിലും കാണപ്പെടും, എന്നാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇല്ലാത്തൊരു സാധനം. അയലത്തെ വീട്ടിലുണ്ട്, അപ്പുറത്തെ വീട്ടിലുണ്ട്, എന്നാൽ നമ്മുടെ സ്വന്തം വീട്ടിലില്ല. ആരാ? വാഷിംഗ് മെഷീൻ. അതെന്താ? എന്റെ വീട്ടിലില്ല. അതല്ല, അല്ല അപ്പുറത്തെ വീട്ടിലുണ്ട്, ഇപ്പുറത്തെ എന്റെ വീട്ടിലില്ലടാ അത്. അതല്ല answer. ഇല്ലേ? ഇത് ഫണ്ണി ക്വസ്റ്റ്യൻ, ലല്ലുവിന്റെ റേഞ്ചിലുള്ളത്. ആ അയലത്തെ വീട്ടിലുണ്ട്, അപ്പുറത്തെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. ഇല്ല, മുത്തല്ല. ശരിയല്ല. ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, എന്റെ വീട്ടിൽ ഒരുപോലെ ഇല്ല. അയലത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലുണ്ട്. ആന്റി. ഏതാ? അപ്പുറത്തെ ആന്റി ഉണ്ട്, ഇപ്പുറത്തെ ആന്റി ഉണ്ട്, എന്റെ വീട്ടിൽ ആന്റി അതല്ല. വിട്ട്. ഏ? എന്താണ്? തിന്നോ? നാരങ്ങ. ഉം. അത് കഴിഞ്ഞില്ലേ? അത് ഏ? അത് കഴിഞ്ഞില്ല, ഈ പരിപാടി കഴിഞ്ഞില്ലേ? ഇല്ല, അത് അവസാനിക്കാൻ പോകുള്ളൂ. എന്നിട്ടറിയോ? അയൽവാസി. അയൽവാസി നമ്മുടെ ശരിയാ. വീട്ടിലില്ലല്ലോ, അപ്പുറത്തല്ലേ. ശ്ശേ. ശ്ശേ. റൊണാൾഡോയ്ക്ക് ഒരിക്കലും ചൂടെടുക്കില്ല, എന്തുകൊണ്ട്? റൊണാൾഡോയ്ക്ക് ചൂടെടുക്കത്തേ ഇല്ല, എന്തുകൊണ്ട്? റൊണാൾഡോ ചാച്ചനല്ലട്ടോ, നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? ചൂടെടുക്കില്ല. ആൾക്ക് ഒട്ടും ചൂടെടുക്കത്തില്ല. ജേഴ്സി 7 ഉം. പോർച്ചുഗൽ. പോർച്ചിന്റെ അകത്താ എന്താണ്? പോർച്ചുഗലല്ലല്ലോ. ഈ ചളി കിട്ടില്ല. തിന്നോ? ചുറ്റിനെപ്പോഴും ഫാൻസ് ഉള്ളതുകൊണ്ട്. അതിപ്പോ റൊണാൾഡോക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഞാൻ റൊണാൾഡോന്റെ കാര്യമല്ലേ ചോദിച്ചത്. നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന ഒരു കിളിയുണ്ട്. ഉം. ഏതാണ് ആ കിളി? ആ കിളി നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഫിറ്റാക്കുന്ന കളിയാണെ കിങ് ഫിഷർ ഉണ്ട്. ഈ ചിരിപ്പിക്കുന്ന കളി നമ്മള് ചിരിപ്പിക്കും. നമ്മളെ ചിരിപ്പിക്കാ കിളി. ലവ് ബേർഡ്സ് റൊമാൻറ്റിക്ക. തത്തയിരിക്കും. ഏ? തത്തയിരിക്കും. തത്ത എന്നല്ല, തത്ത ചിരിപ്പിക്കുന്നില്ല. നമ്മൾ വളർത്തുന്ന സാധനമാണോ? അല്ല അല്ല, നമ്മ വളർത്തണമെന്നല്ല. അങ്ങനെ വളർത്താൻ നിക്കത്തില്ല, അത് വളർത്താനൊന്നും പറ്റില്ല. അറിയിക്കില്ല. ഈ കിളി, ഈ കിളി, ഈ കിളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആണിന് ഇതൊന്നേ ഉള്ളൂ, പെണ്ണിന് ഇത് രണ്ടെണ്ണം. ചുമ്മാ ഇതൊക്കെ വേറെ വിഷയങ്ങളാണ്. എന്താണ്? എന്താണ്? ആ പറ. ആണിന് ഒന്നേ ഉള്ളൂ, പക്ഷെ പെണ്ണിന് രണ്ടെണ്ണം ഉണ്ട്. ചിലപ്പോ ഇത് വേണോ? ഞാൻ പറഞ്ഞോ, ആലോചിക്ക്. പെണ്ണിന് രണ്ടെണ്ണം ഉണ്ടോ? ആണിന് ഒരെണ്ണേ ഉള്ളൂ. ഒന്നല്ല. കഴിയില്ല. പറ. ഞാൻ ആദ്യം വേറെ എവിടെയൊക്കെ പോയടാ, പറയാനും പറ്റൂല. അരുൺ ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി മാത്രം? പഴങ്കഞ്ഞി. കൂടെ കറി ആ എന്തെങ്കിലും? പഴങ്കഞ്ഞി, തൈര്, പിന്നെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടം. ശരിക്കും പറ, എന്നാലും ഇതിന്റെ അടിയിൽ വന്ന ആൾക്കാർക്ക് പാചകം ചെയ്യുള്ളൂ. പക്ഷെ അത് പാചകം ചെയ്യാന്നില്ല, ഇത് പാചകം ചെയ്യുന്ന സാധനമില്ല. പഴങ്കഞ്ഞി എടുക്കുക, പഴങ്കഞ്ഞി തലേ ദിവസം പഴങ്കഞ്ഞി എടുക്കുക, എന്നിട്ട് അതിന്റെ അകത്ത് കുറച്ച് ചെറുള്ളി പൊട്ടിച്ചിടുക, ചെറിയ മുളക്, ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിടുക, എന്നിട്ട് അതിനെടുത്ത് അങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല, ഈ മൺകലത്തിലാണെങ്കിൽ നല്ല തണുത്തിരിക്കും, ആ സമയത്ത് ആ ഒരു ചെറിയ ബൗളിൽ ഇങ്ങനെ എടുത്ത് വച്ചിട്ട് സൈഡിൽ കുറച്ച് ചമ്മന്തി, പിന്നെ
കരുവാട് ഉണക്കമീൻ വാളയുടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വാള ഉണക്കമീൻ ഉണ്ടെങ്കിൽ അതെടുത്തൊരു സൈഡിൽ വെക്കുക. ഓഹ് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് അച്ചാർ വേണ്ടേ? അച്ചാറ് ഇച്ചിരി തൈരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇനിയിപ്പം എന്തൊക്കെ ഫുഡുകൾ ഇനി ലോകത്ത് ഇറങ്ങിയാലും അതിനെ വല്ല ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നു. പഴങ്കഞ്ഞിയും ബിരിയാണിയും മുമ്പിൽ വെച്ചാല് പഴങ്കഞ്ഞി ഓ പഴങ്കഞ്ഞി ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ നേരെ വീട്ടിലേക്കല്ലേ പോണേ? ആ അപ്പൊ പഴങ്കഞ്ഞി ആയിരിക്കും ഒഴിക്കുക. സമയം നോക്കും. രാത്രി 12 മണിക്ക് ചെന്ന് പഴങ്കഞ്ഞി ചോദിച്ചാൽ അമ്മ അടിക്കും. ആ സമയത്തൊന്നും പറ്റൂല. ഉച്ചക്കൊക്കെയാണ് വേണമെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് അതാണ്. ആ ഫുഡ് ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം പാചകം ചെയ്യും, അതുകൊണ്ടായിരിക്കും. കുക്ക് ചെയ്യോ? എനിക്ക് ഭയങ്കര എന്നിട്ട് ഇഷ്ടമാണ്. മാസ്റ്റർ പീസ് ഐറ്റം ഒന്ന് അച്ഛന് പണ്ട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവിടെ ആ സമയത്ത് ഞാൻ ചെയ്യൂല. അല്ലാണ്ട് എനിക്ക് അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നത്. എനിക്ക് മീൻ പിടുത്തം ഭയങ്കര ഇഷ്ടമാണ്. ചൂണ്ടായിട്ട് മീൻ പിടിച്ചു അതൊരു ക്രൈസായി. ഞാനും ശ്രീജിത്ത് എന്ന് പറഞ്ഞ പമ്പർച്ചിൽ വെടിവെച്ചാങ്കോല് വിലാസിനി അവന് ഞാനും എപ്പോഴും ഒഴിവ് കിട്ടിയാൽ ആ സമയത്ത് കാർ എടുക്കും, ചൂണ്ടെടുക്കും, നേരെ തമിഴ്നാടോ എവിടെയെങ്കിലും ഇന്ന സ്പോട്ടുകളൊക്കെ വിടും. അവിടെ പോയി ചൂണ്ടായിട്ട് കരിമീൻ പിടിക്കും. അതിനെ സ്വന്തമായിട്ട് വറക്കും. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ കഴിക്കും. ലൈവായിട്ട് പുറത്ത് വെച്ചിട്ട് ഇതൊക്കെ കൊണ്ടുപോകും. നമ്മുടെ യൂട്യൂബർ പൊളപ്പനുണ്ട്, പൊളപ്പൻ എന്ന് പറഞ്ഞിട്ട്. പൊളപ്പൻ കറി നാവിൽ രുചി എന്ന് പറഞ്ഞാൽ പൊളപ്പൻ ബിജു ചേട്ടനുണ്ട്. പുള്ളിക്ക് സ്വന്തമായിട്ട് സ്റ്റൗവ് ചൂണ്ടായി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കാറിൽ നേരെ നമ്മൾ മൂന്നുപേരും കൂടെ പോവും, തമിഴ്നാട്ടിൽ പോവും. അവിടെ പോയിട്ട് നേരെ ഈ കരിമീനെ പിടിക്കും. അവിടെ നിന്ന് തന്നെ ഫ്രഷ് കട്ട് ചെയ്യും, മസാല തേക്കും, എന്നിട്ട് ആ സ്റ്റൗവിലെടുത്ത് വെക്കും, അവിടെ നിന്ന് കഴിക്കും. അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ആ സമയത്ത് കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെ അമ്മ ഈ പുഴമീൻ കട്ട് ചെയ്യൂല, ഇറിറ്റേഷനാണ്. കടൽ മീൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഞാൻ തന്നെ ചെന്ന് കട്ട് ചെയ്ത് വറുത്ത് കഴിക്കണം. പിന്നെ അച്ഛൻ ഈ ഹോട്ടലുള്ളതുകൊണ്ട് പൊറോട്ട അടിക്കും, ബീഫ് ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും. പൊറോട്ടയും ബീഫ് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇതിന്റെ അത്രയൊന്നും വരൂല. എന്നാലും അല്ല, ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്. കൂടുതലും കുക്ക് ചെയ്യാനാ ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഷൂട്ടിനൊക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ ടാനൊക്കെ അടിക്കത്തില്ല ഇപ്പോഴത്തെ വെയിലിന്റെ, അതൊക്കെ എങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്? എന്താ പറയുക, ഓൺലൈനിൽ ഇപ്പം പല ഈ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ഒക്കെ ഉണ്ടോ? വീട്ടിൽ പച്ചമഞ്ഞൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ പണ്ടുള്ളൊരു പച്ചമഞ്ഞൾ ഇട്ട് താടി വളരൂല, മുടി വളരും, ചുമ്മാ കേട്ടോ, അതൊക്കെ വളരും. പച്ചമഞ്ഞൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം തൈരും പച്ചമഞ്ഞളും കൂടെ ഇതിൽ ചില ദിവസങ്ങളിൽ ഇടും. സമയം കിട്ടാറില്ല, എന്നാലും ഇടും. പിന്നെ അതിട്ടിട്ട് കാര്യമൊന്നുമില്ല. വന്ന് മേക്കപ്പ് ചെയ്യുമ്പോഴും പിന്നെ അത് വെച്ചിട്ട് വെയിൽ കൊള്ളുമ്പോഴും പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഷൂട്ടിന് പോകുമ്പോഴും അപ്പോൾ വെയിലും ടാൻ കാര്യങ്ങളൊക്കെ അടിക്കും. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ? സൺസ്ക്രീൻ ഉണ്ട്, ഡാം ഡോക്കിന്റെ സൺസ്ക്രീൻ. ഡാം ഡോക്ക് അത് തന്നെയാണ്. റിസൾട്ട് ഒക്കെ ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ല, ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ലേ. വേണ്ട. ആരാ പൊക്കി വയ്യ അങ്ങോട്ട്. ഞാൻ ഫിൽറ്റർ അടിച്ചേറ്റ് യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. ഈ ഡാർക്ക് ഒക്കെ മാറാറുണ്ടോ? അപ്പൊ അങ്ങനെ അല്ല, എനിക്കറിയത്തില്ല. എന്തോ അത് ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ്. കാരണം നമ്മളൊരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും വെയിൽ അടിക്കില്ല, ഇന്നൊരു സാധനം വരൂലേ, അത് കിടപ്പുണ്ട്. ആ ഒരു കോൺഫിഡൻസിലേക്ക് പോകും. പിന്നെ ഇനി എന്തൊക്കെയാണ് ഭാവി പ്ലാൻസ് ഒക്കെ? ഭാവി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം. അടുത്ത കല്യാണം കഴിക്കാൻ പോവാ? പിന്നെ വയസ്സായില്ലേ കല്യാണം കഴിക്കുന്നത്. അല്ല, വീട് സെറ്റ് ആക്കണം, കുറച്ചുകൂടെ ഉണ്ട്, കുറച്ച് പണിയും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിലോട്ട് പോകണം. വലിയ രീതിയിലായിരിക്കും കല്യാണം? അങ്ങനെയൊന്നുമില്ല, എന്നാലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ. സങ്കല്പം, അതായത് സാധാരണ ചെറിയ രീതിക്ക് സങ്കല്പങ്ങൾ പോലെ നടക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്റെ ഇപ്പോഴത്തെ കല്യാണം. അല്ല, അത് നടക്കാൻ പോണ കല്യാണം. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അടുത്തൊരു വലിയൊരു ബ്രഹ്മാണ്ഡ എപ്പിസോഡിൽ നമുക്കത് പറയാം. പിന്നെ എല്ലാവരും പോലെ ആഗ്രഹമുണ്ട്. അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ച്, നമ്മുടെ ആർട്ടിസ്റ്റുകളെയും അത് സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ചിട്ട് നല്ല രീതിയിൽ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, അങ്ങനെ നടത്തണമെന്ന് തന്നെയാണ്. പിന്നെ അത് ആ സമയത്ത് എങ്ങനെ ആയിരിക്കോ അതുപോലെ ഇരിക്കും. നിങ്ങളും പറഞ്ഞ കേട്ടോ, എല്ലാവരും ഉറപ്പായിട്ടും വിളിക്കണം. ഉറപ്പായിട്ട് വിളിക്കും. പ്രണയത്തെ പറ്റി ഞാൻ അധികം ചോദിക്കുന്നില്ല, എന്നാലും നല്ല ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യണം. സിംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില് നിലവില്. അപ്പൊ പ്രണയിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ? ഹെൽത്തി റിലേഷൻഷിപ്പ്, അതായത് അടി കിട്ടാതെ രക്ഷപ്പെടണമെങ്കിൽ. അങ്ങനെയൊന്നുമില്ലടാ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള്. ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ദിവസം കണ്ടിട്ട് 3-ാമത്തെ ദിവസം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് 4-ാമത്തെ ദിവസം കറങ്ങുക, ബൈക്കിൽ കറങ്ങുക, പിന്നെ പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രണയമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ആദ്യം ജീവിതത്തെ നമ്മൾ അറിയുക, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയുക. ആ ജീവിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്കൊരു പാർട്ട്ണറെ കണ്ടെത്തുക, നമുക്കൊരു പ്രണയം കണ്ടെത്തുക. എന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് നടന്ന ഇൻസിഡന്റ് ഇതൊക്കെ വെച്ചിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും അവർ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം ഈ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു സാധനം നിൽക്കുമെന്നാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ ഇന്ന് കണ്ട് നാളെ എനിക്ക് ഇതിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റന്നാ
പിന്നെ ബ്രേക്കപ്പിലോട്ട് പോയി. പിന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടായി. അത് പിന്നെ പീഡനങ്ങളായി. കല്യാണം കഴിച്ച് പിന്നെ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും നമ്മൾ നല്ലോണം ആദ്യം ഒരു ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. നല്ലോണം നമ്മൾ സംസാരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ, നമ്മളെ പ്രശ്നങ്ങൾ, നമ്മളെ നെഗറ്റീവിലും അവരുടെ നെഗറ്റീവുകളും ഒക്കെ നമ്മൾ അറിയുക. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പ്രണയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അറിഞ്ഞതിന് ശേഷം മാത്രം കല്യാണത്തിനെ പറ്റി ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ഇതുപോലത്തുള്ള കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക. സുഖമായിട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെ കറങ്ങുന്നതെങ്കിലും അതല്ലേ ബെറ്റർ കുറച്ചും അത് കൂടെ. നല്ലതാണ്. അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ പറ്റൂല. പറ്റൂല. കാരണം അപ്പോഴും പറയുന്നത് എനിക്ക് അവൻ്റെ അടുത്ത് കറങ്ങിയാലേ അവനെ പറ്റി മനസ്സിലാക്കാൻ ഞങ്ങക്ക് പറ്റുള്ളൂ. ഫ്രീഡം ഉണ്ട്. അത്രേ ഉള്ളൂ. ആ മനസ്സിലാക്കുമ്പോഴത്തേനും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക, സേഫ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാണ്. ഉം. 10 ദിവസം പ്രേമിക്കും 11ന്റെ അന്ന് ചുമ്മാ ഒരു കല്യാണം കൊണ്ട് വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. നാട്ടുകാരെന്ത് നോക്കാതെ പോവുക. നമ്മള് ഒരു പ്രണയിക്കുന്ന ആളെ നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റും. നമ്മളെ മനസ്സിൽ എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് നമ്മൾ കല്യാണം കഴിക്കുക. അല്ലാണ്ട് നീ ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം. +2 കഴിഞ്ഞതിന് ശേഷം ചുമ്മാ വീട്ടിൽ വിളിച്ചോണ്ട് വരിക, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടിടുക, റീൽസ് എടുക്കുക. എന്നിട്ട് എല്ലോളം പിന്നെ പേരും അത് തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയ്സ് അവന് വേറെ പ്രണയം ഉണ്ടായിരുന്നു, ഗെയ്സ് എന്നെ ചീറ്റ് ചെയ്യായിരുന്നു, ഗെയ്സ് ഈ ഇടയ്ക്ക് പല കാര്യങ്ങൾ നടന്നിരിക്കും. ഉം. അതൊന്നും അവർ അറിയുന്നില്ല. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സത്യം പറഞ്ഞാൽ അതാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന് തന്നെയാണ്. അങ്ങനെയൊക്കെ എന്തിനാണ് പോണത്? നമ്മൾ നല്ല രീതിയിൽ പരസ്പരം അറിയുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ പ്രണയത്തിലോട്ട് പോവുക, കല്യാണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. ഈ പെൺകുട്ടികളെ ശരിക്കും ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ റിലേഷൻഷിപ്പിൽ വരുമ്പോ ഇപ്പൊ ഉം. പബ്ലിക്കലി തല്ലുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഉം, കുറെ. ഉം, ഉം. ശരിക്കും എങ്ങനെയാണ് നല്ലൊരു ഇത് കിട്ടാൻ ഒരു പെൺകുട്ടിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരാളെ മനസ്സിലാക്കുക. അത് തന്നെയാണ് ഏറ്റവും വലുത്. ഉം. ഈ ട്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് പരസ്പരം ഒരാളെ മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യാനാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ എങ്ങനെ സ്വാഭാവികമായിട്ടും അവർക്കും ഒരു ഇറിറ്റേഷൻ നമ്മുടെ അടുത്ത് തോന്നി തുടങ്ങും. ഉം. ഇതെന്താ നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണത്? കാരണം ഇത് പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കും. ഉം. മക്കളെ മുത്തല്ലേ, നീ ധൈര്യമായിട്ട് പൊക്കോ. അയ്യോ എന്ത്, ഇത് പ്രണയിക്കുന്ന സമയത്താ. ഉം. ഈ പ്രണയം ഓക്കെ ആയി നമ്മളൊരു കല്യാണത്തിന്റെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യും, തടയിടാൻ തുടങ്ങും, റെസ്ട്രിക്ഷൻ കൊടുക്കും. അപ്പോഴത് പ്രണയത്തിൽ ചേട്ടാ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്നുള്ളൊരു ഈ ഒരു കമ്പാരിസൺ വരുമ്പോഴത്തേന് അത് ഭയങ്കരമായിട്ട് ആ പെൺകുട്ടിക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലോട്ട് മാറും. ആ സമയത്താണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമേ പ്രണയിക്കുമ്പോൾ അരുൺ ബെല്ലാൻഡ് എന്താണെന്നുള്ള ആദ്യമേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഇല്ല. നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ട് പറയുമ്പോഴത്തേന് അവരതാണ് അരുൺ ബെല്ലാൻഡ് എന്ന് ആദ്യം ചിന്തിച്ചു വയ്ക്കും. ആ ചിന്തയില്ല. ഞാനിപ്പോ നിന്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ കാഷ്വലാണ്, എനിക്കത് ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല. ഇതൊക്കെ കണ്ടിട്ട് എന്നെ ഒരാൾ പ്രണയിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്റെ എല്ലാ സൈഡുകളും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ആയിരിക്കും, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇതാദ്യം നമ്മളൊരു പെണ്ണ് കാണാൻ കൊള്ളാന്നുള്ളൊരു പെണ്ണ് വരുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ മാക്സിമം ഒരു ഔട്ട് ആദ്യം കാണിക്കും. നമ്മൾ എന്താ നമ്മളെ പീക്ക് കാണിക്കും. പീക്ക് ലെവൽ എന്താണോ ഇത്രത്തോളം നിന്നെ കെയർ ചെയ്യും, ഇത്രത്തോളം നിനക്ക് ഫ്രീഡം തരും, ഇന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ, നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത് മാറി കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇഷ്ടമായി, നമ്മൾ ഓക്കെ, നമ്മുടെ അടുത്ത് വന്നു, ഇനി ഞാനും അവളുമാണ്, ഇനി അവൾക്ക് വേറൊരു പയ്യനായിട്ട് വേറെ റിലേഷൻ വരില്ല, നമ്മളാണ് എന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇതങ്ങ് കുറഞ്ഞു തുടങ്ങും. ഈ ആദ്യം കാണിച്ച പീക്ക് പതുക്കെ പതുക്കെ റേഞ്ച് റിയൽ താഴും. ക്യാരക്ടർ. റിയൽ ആവും നമ്മൾ. ആ സമയത്ത് അയ്യോ ചേട്ടാ അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്ന് പെട്ടെന്ന് ഇങ്ങനെയായി, അപ്പൊ എന്റെ അടുത്തുള്ള ഇഷ്ടം കുറഞ്ഞതല്ലേ? സത്യം പറഞ്ഞാൽ ഇഷ്ടം കുറഞ്ഞായിരിക്കില്ല. ഇതാണ് എന്റെ ഇതാണ് ഞാൻ റിയൽ. ആ റിയൽ ആദ്യം കാണിക്കൂല. അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് അതാണ്, നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് നമ്മളടുത്ത് ഒരാൾ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അഫെയർ ഉണ്ടെങ്കിൽ അങ്ങനെ വരിക. ആ ഒരു അഫെയറിനെ നിങ്ങൾ കൊണ്ടു നടക്കുക, ലൈഫ് ലോങ് ഉണ്ടാക്കുക, പിന്നെ കല്യാണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രേമിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചെറുക്കന്റെ വീട്ടിലേക്ക് പോണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ ഈ ചെറുക്കന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇത് തള്ളിക്കളയ. കഥയല്ലേ, ഇത് ജീവിതത്തിന്റെ വേറൊരു ശൈലിയിലോട്ട് അല്ല അല്ല പോയിക്കൊണ്ടിരിക്കുക. നീ അല്ല അല്ല വാച്ചിപ്പിടി വേട്ടർ. അല്ല അല്ല എന്റെ ഒരു ഇത് പറയണതാണ്. ആ ഇപ്പൊ ആ ചേട്ടൻ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോണ ഒരാളാണല്ലോ. ആ അപ്പൊ അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോ വീട്ടുകാർ ആ പെണ്ണിനെ ഇഷ്ടപ്പെടാതിരിക്കുക, രണ്ടായിട്ട് കാണുക. അപ്പൊ ഈ ചെറുക്കനും അതുപോലെ തന്നെ ചില സമയങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. ഉം. ചേട്ടന്റെ മുമ്പിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ല, അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവരുന്ന അവസ്ഥയല്ല. അതൊരിക്കലും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് എന്റെ വീട്ടില് അവൾക്ക് അവളുടെ ശൈലിയിൽ അവള് നിൽക്കും. അതിനെ എന്റെ അമ്മ കാണുന്ന വ്യൂ പോയിന്റ് പോലെ ഇരിക്കും. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഓക്കെയാണ്, അവള് ചെയ്യുന്നത് ഓക്കെയാണ്, ഇല്ലെങ്കിൽ അവള് ചെയ്യുന്നത് ഓക്കെ അല്ല, മക്കളെ അത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ
ഇനി അവള് അത് ശരിയാ അത് അമ്മ പറഞ്ഞ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിൽ പോയി ഓക്കെ കുഴപ്പമില്ല. ഇത് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് അല്ലേ. ഇപ്പൊ ഞാൻ ചിന്തിക്കും പോലെയല്ല നീ ചിന്തിക്കുന്നത്, നീ ചിന്തിക്കും പോലെ വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒരു എന്താ പറയാനാണ് ആ ചേട്ടന്റെ അഡ്ജസ്റ്റ് ചെയ്ത് വൈഫിന് അങ്ങനെ ഒരു ഇഷ്യൂ ചേട്ടനോടൊന്ന് പറയുകയാണ്, എന്നോട് അമ്മ ഇങ്ങനെ കാണിക്കുന്നു, എനിക്ക് ഞാൻ അമ്മേടെ അടുത്തൊന്ന് വിഷമാവുന്നു. പറയും. അല്ലെങ്കിൽ ആ. ആരുടെ ഭാഗത്താണ് ന്യായം, തെറ്റാണ് ശരിയാണെന്ന് നോക്കും. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പൊ വൈഫിനെ ചേട്ടൻ കൂടുതലും കെയർ ചെയ്യാൻ ശ്രമിക്കും. അല്ല അവളെ കെയർ ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം എന്നെ എന്ത് പറയാൻ എന്റെ കൂടെ ജീവിക്കാനും ഇനിയുള്ള കാലം എന്റെ കൂടെ ജീവിക്കാനും വേണ്ട വന്ന ആളാ. അമ്മ ഇത്രയും ദിവസം എന്നെ നോക്കിയ ഒരാളാ. ഉം. അപ്പൊ അവള് ഞാനേ എന്ന് പറഞ്ഞു വന്ന ആളാ. അവൾക്ക് വേറെ ആരും ഇല്ല ഈ വീട്ടില്. ഉം. ഒന്ന് ആദ്യം കൊടുക്കേണ്ടത് അവൾക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ ഒരിക്കലും തള്ളി പറയാനല്ല. അവളെ എനിക്ക് വേണ്ടി വന്ന ഒരാളാ. അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛനും ഉണ്ട്, ചേച്ചിയുണ്ട്, സഹോദരിയുണ്ട്, അച്ഛന്മാരുണ്ട്, ബാക്കിയുള്ളവരല്ല. ഇവക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് സംസാരിക്കും. അപ്പൊ രണ്ടുപേരും വിളിച്ച് നിർത്തിയിട്ട് പരസ്പരം എന്താണ് സംഭവിച്ചത്, ഇതിനെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കും. അടുത്തില്ലെങ്കിലും ഏതാ അടുത്തില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. അതിന് നിങ്ങൾ എന്തോ തമ്മിൽ തല്ലി എന്തോ ചെയ്യുക നിങ്ങൾ ഞാൻ മാറിത്തരാന്ന് പറഞ്ഞാൽ ഞാൻ മാറും. അരുൺ ചേട്ടൻ ഇപ്പൊ കലയിലേക്കൊക്കെയാണ് വന്നേക്കുന്നത്. അതായത് വേറൊരു ലൈഫിൽ നിന്ന് പെട്ടെന്നായിട്ടാണ് സ്വിച്ച് ചെയ്തത്, ഉം. അല്ലെ? അപ്പൊ ആ ഒരു സമയത്തിലൊക്കെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു പീക്ക് ലെവലിലേക്ക് നിൽക്കുന്ന സമയത്തൊക്കെ ഇപ്പോഴും കലാ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേന് ഒരു എല്ലാവർക്കും 50% പേർക്ക് ഭയങ്കര നെഗറ്റീവ് കിടപ്പുണ്ട്. ഉം. കാരണം കലാ ഫീൽഡിൽ പോയിക്കഴിഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളായിട്ട് അല്ലെങ്കിൽ കലാകാരന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചൊരു പരിപാടിയാണെന്ന് ഞാൻ പറയുള്ളൂ. കലാ ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ജീവിതം സ്പോയിലായി ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകും. കാരണം മദ്യപാനത്തിലോട്ട് പോകും, വേറെ ദുശീലങ്ങളിലോട്ട് ചേട്ടാ പോകും. അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച നെഗറ്റീവ് മറ്റേ സംഭവമാണ്, സ്പിരിച്വൽ ആണ്. കൂടോത്രം ചില ആൾക്കാർ നന്നാവുമ്പോ അവന് കൂടോത്രം വെച്ച് അവന് മുട്ട വെച്ച് എന്നൊക്കെ പറയത്തില്ലേ? അല്ല നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മളിപ്പോൾ അത്യാവശ്യം ഈ ബമ്പർ ചെയ്താൽ ബമ്പർ അടിക്കുമ്പോഴത്തേന് തൊട്ടപ്പുറത്ത് നിന്ന് അതിന് ബമ്പറിനുള്ള ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അല്ല കൂടോത്ര പരിപാടിയൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ആൾക്കാർ കൂടോത്രം പെട്ടെന്ന് വെക്കാന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഹൈ ലെവലിൽ വന്നിട്ട് ഒറ്റ ടൈം കൊണ്ട് തന്നെ താഴേക്ക് പോകും. കണ്ണേറെന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ചിലപ്പോൾ വീട്ടുകാരൊക്കെ പറയണം, എടാ നിനക്ക് ഇച്ചിരി കണ്ണേറുണ്ട് കേട്ടോ. കാരണം നമ്മൾ വേറൊരു 10 പേര് അറിഞ്ഞു തുടങ്ങുന്ന അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്നു എന്നുള്ള രീതിയിൽ വരുമ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ടൈം ഓഫ് പീരീഡ് എന്ത് ചെയ്താലും അത് ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ വീട്ടുകാർ പറയും, എടാ നിനക്ക് എന്തോ ചെറിയ കണ്ണേറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടോ ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ഞങ്ങളൊക്കെ കൂടോത്രം കൂടോത്രം കണ്ണേറ് ഇങ്ങനത്തെ പരിപാടികളാണ്. കൂടോത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കാരണം നീ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേന് വിശ്വസിക്കുന്നില്ല. എന്നാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. എന്നാലും വിശ്വസിക്കാം. എന്നാലും വിശ്വസിക്കായിരിക്കട്ടെ. എന്നിട്ട് അമ്പലത്തിലൊക്കെ പോകും. ക്ഷേത്ര വിശ്വാസിയാണ് ഞാനും. കൂട്ടുകാർക്ക് ഇതേപോലത്തെ അനുഭവമൊക്കെ കേട്ട് പരിചയമുണ്ടോ? കൂട്ടുകാരെങ്കിലും കൂടോത്രം അനുഭവം ഇല്ല. ആ പരിപാടി നമ്മുടെ ഏരിയയിൽ ഇല്ലാത്തോണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഉണ്ടോ കൂടോത്രം ഉണ്ടോ? എല്ലായിടത്തുണ്ടല്ലോ, ഉണ്ടാവിരിക്കും. നമ്മുടെ ഇങ്ങോട്ട് അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. പ്രേതത്തെയൊക്കെ കണ്ടിട്ടുണ്ടോ? പ്രേതം ആ ഒരു കൺസെപ്റ്റിന് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടായിരിക്കാം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവുമല്ലോ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും, ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പേടിയാണ് എന്നാലും രാത്രി പുറത്തിറങ്ങി നടക്കാൻ. കണ്ടിട്ടില്ലെങ്കിൽ ഇതിനാ പേടിക്കണേ? അല്ല എന്നാലും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എല്ലാം കേൾക്കല്ലേ ഇപ്പൊ ആൾക്കാർ പ്രേതമുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് സിനിമയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേനും ചിലപ്പോൾ അങ്ങനെ കാണാം. അലിയൻസിലൊക്കെ അങ്ങനെ ഒരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ടല്ലോ, പ്രേതത്തെ കണ്ടുള്ള എപ്പിസോഡൊക്കെ. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ചോദിച്ചത് സെലിബ്രിറ്റിയാ ചെന്ന് കാണാൻ വേണ്ടി. ഇത് എപ്പോഴെങ്കിലും വന്നാ വന്നു. അങ്ങനെ ഏതെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? പറയാമോ? ഞാന് ഇപ്പോഴല്ല, പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ബൈക്കിന്റെ പുറകിലിരുന്നായിരുന്നു. അപ്പൊ നമ്മള് മെയിൻ റോഡ് ബൈപ്പാസ് വഴിയല്ല, ഇപ്പൊ ട്രിവാൻഡ്രം ടു നെയ്യാറ്റിൻകര വരെ പോകാൻ വേണ്ടിയിട്ട് ഒറ്റ റോഡുണ്ടല്ലോ, അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു വഴിയാണ് വരണം. മലയും കീഴ് ഇച്ചിരി ഉൾവനത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ വരണം. വന്നപ്പോഴത്തേന് കുറച്ച്, അതായത് ഇവിടെ ഇത് റോഡാണെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറം ഒരു വലിയ മൈതാനം. അങ്ങ് അറ്റം നിന്നിട്ട് ഒരു വെള്ള കളർ സാരിയെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നൊരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോയിട്ട് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിൽ നിന്ന് നോട്ടിങ്ങനെ പൈൻ്റെ അടുത്തുണ്ടാ വണ്ടി എടുത്ത് എന്ത് അവിടെ നിന്ന് ഒരാളോ ഇങ്ങനെ ആക്കുന്നുണ്ട്. നിനക്ക് തോന്നിയിരിക്കും. ഇല്ല തോന്നിയടാ ഉണ്ട്. അതുകൊണ്ട് അവനെ ഞാൻ വണ്ടി തിരിപ്പിച്ചു. അപ്പൊ ഞാനും അവനായപ്പോ കുറച്ചൊരു ധൈര്യമായി. ഇതിപ്പോ മറ്റേ ഞാൻ മാത്രമല്ലേ ഉണ്ട്, അല്പം പേടിച്ചു ധൈര്യമായി. എന്താണെന്ന് നോക്കണമല്ലോ. തിരിച്ചു വന്നപ്പോഴും ഇതേ സാധനം അവിടെ നിന്നിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ അവനും കണ്ട് ഞാനും കണ്ടു. പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല, ഒറ്റ വിടാക്കായിരുന്നു. അവിടെ നിർത്ത വണ്ടി പിന്നെ വീട്ടിലെ നിർത്തിയുള്ളൂ. കാരണം അതെന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ആളായിരിക്കാം. എന്നാലൊരു 1 മണി 2 മണി ഈ സമയത്തൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില് മെന്റലി ആരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രേതമായിരിക്കും. ചിലപ്പോൾ ഇനി ആൾക്കാർ ഇതുപോലെ പിന്നെ പിടിച്ചു പറയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കാം. അതൊന്നുമില്ല. ആ ഒരു അനുഭവം മാത്രമേ അത്രേ ഉള്ളൂ. വേറെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ പേടിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ ഈ ഒരു അനുഭവമാണ്. ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ എടുക്കില്ല, ഇതാണ് ഏറ്റവും വലിയ. കാരണം തുടക്കത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. ഇപ്പൊ പേടിച്ചോണ്ടിരിക്കുക ഇനി എന്ത് വരും എന്നുള്ളത്.
അല്ല അങ്ങനെയാണല്ലോ ലൈഫും ഫുള്ളൊരു അതെ അതെ ത്രില്ലിംഗ് പെട്ടെന്നാണല്ലോ എക്സ്പീരിയൻസ് ആണല്ലോ. കാര്യങ്ങൾ നടക്കുന്നത്. ചോദിക്കും. രക്ഷപ്പെട്ട് കാണാൻ ലൈഫിൽ രക്ഷപ്പെട്ട് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ലാലു ചേട്ടൻ രക്ഷപ്പെട്ട് കാണാൻ. ലല്ലു ചേട്ടനാണോ? ലാലു ചേട്ടനല്ല, ബെല്ലാൻസ്. അരുൺ ചേട്ടൻ. രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വീട്ടുകാർ തന്നെയാണ്. അമ്മയൊക്കെ തന്നെയാണ്. അമ്മയും അച്ഛനും ചേച്ചി. പിന്നെ ഇപ്പം എൻ്റെ റിലേറ്റീവ്സിനും ഒരു ചെറിയ ആഗ്രഹം തുടങ്ങി അവന്ന് രക്ഷപ്പെടണം. അപ്പൊ ഭാവി ഈ ഒരു വധുവോ? ഫീൽഡിലോട്ട് കയറിയുണ്ട്. അത് ഭാവി വധുവോ? ഉണ്ടാവും, അപ്പൊ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അതില്ലല്ലോ. അല്ല ഞാൻ ഒരു സൈഡിൽ നിന്ന് വരുവാടാ, വീട്ടിൽ നിന്ന് വരുമല്ലോ, ഇനി എത്തില്ലല്ലോ. അതായിരുന്നു ഫസ്റ്റ് പറയേണ്ടിയിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ വീട്ടുകാര് പിന്നെ ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ ഇപ്പൊ പറയുന്നുണ്ട്, കാരണം ഇതിൽ ഈ മീഡിയയിൽ കയറിയുണ്ട്. അവർ പറഞ്ഞ സിനിമയിലൊക്കെ കയറണം, നിന്ന് രക്ഷപ്പെടണം. അതുവരെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, തിരിഞ്ഞു നോക്കാത്ത ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ കയറിയപ്പോഴത്തേന് നമ്മുടെ ചെറുക്കൻ കോമഡിയിലൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ അവനെ? ഉണ്ട്, എന്റെ മറ്റേ ചേരാന്റെ മോനല്ലേ, മറ്റേ അനിയന്റെ മോനല്ലേ എന്നൊക്കെ പറയുന്ന അത്രയും ടീമുകളുണ്ട്. നാളെ തിരിഞ്ഞു ഇത് നോക്കാത്തത്. തിരിഞ്ഞു നോക്കാത്ത ടീമുകൾ അതൊക്കെ നമ്മൾ ഇവിടെ നോക്കിയിട്ട് അങ്ങ് കളയും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അവള് പിന്നെ അതുപോലെ എൻ്റെ കുറച്ച് എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് പുറത്ത് പറയാൻ പറ്റാത്ത തന്നെ, അല്ലാത്ത സഹായിക്കുന്നതും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നീ ഒന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് പറയുന്ന ഒരുപാട് പേര്, ഫ്രണ്ട്സ്, ആണുങ്ങളായാലും ശരി തന്നെയാണ്, പെണ്ണുങ്ങളായാലും ശരി തന്നെയാണ്, കുറേ ഇങ്ങനത്തെ ഒരു ടീമുണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കാണണമെന്നുള്ളത്. അവരൊക്കെയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നതും പല കാര്യങ്ങളും പറഞ്ഞു തരണത്, നീ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരണം ഒരുപാട് പേരുണ്ട്. അതുപോലെ ബമ്പർച്ചിരിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ജഡ്ജസിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ ആര് പേര് പറയും? പെട്ടെന്ന് പറഞ്ഞ മഞ്ജു പിള്ള. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെ മകനായിട്ട് ഞാൻ അമ്മയായിട്ടും കാണുന്ന ഒരാളാണ്. എന്നെ മാത്രമല്ല, അവിടെ ഉള്ള ഒട്ടുമിക്ക നമ്മുടെ ഈ സീനിയർ ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെയും ഉം. എല്ലാവർക്കും സ്വന്തം മോനെ അമ്മയാണ്. പോലെ കാണുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് മഞ്ജു ചേച്ചി. ഇപ്പോഴും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും, വിളിക്കും. ഓക്കെ ലടാ, നീ പുതിയ വർക്ക് എന്തെങ്കിലും ഉണ്ടോ, പല വർക്കുകളുടെ കാര്യങ്ങളും പറയും. സിനിമയുടെ ഒരു സിനിമ വരുന്നുണ്ട്, ചെയ്യും. പിന്നെ സ്കിറ്റ് കഴിയുമ്പോഴത്തേന് കട്ട് ചെയ്തതിന് ശേഷം അറിഞ്ഞാടാ അത് ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, കാരണം ചേച്ചിയുടെ അമ്മയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചേച്ചിയുടെ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരും. അതെങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കുന്ന കട്ടില് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ്. ഇപ്പോഴും അമ്മ എന്ന് തന്നെ വിളിക്കാൻ താല്പര്യവും ആഗ്രഹവും. എനിക്ക് രണ്ടമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒരമ്മ മഞ്ജു മഞ്ജു ചേച്ചിയായിരുന്നു. ചേച്ചിയാണ്. അത്രത്തോളം കെയറിങ്ങും അത്രത്തോളം സ്നേഹവും ഇഷ്ടമൊക്കെ ആയിരിക്കും. പലപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സ്കിറ്റിലൊക്കെ കളിയാക്കും, എപ്പോഴും ഈ മറ്റേ മുറുക്കെടുത്ത് കഴിക്കുന്നു, ആഹാരത്തിനോട് ഭയങ്കര താല്പര്യമാണ്. മിച്ചർ മറ്റേ ഇത് മുറുക്ക് കഴിക്കുന്നു, മറ്റേ ചിപ്സ് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സ്കിറ്റിലൊക്കെ ഇങ്ങനെ പറയും. സത്യം പറഞ്ഞാൽ ഉള്ളതാ, ഭയങ്കര ആഗ്രഹം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുകൊടുക്കും. പക്ഷെ എന്നാൽ പോലും ഷൂട്ട് കഴിയുമ്പോഴത്തേന് എന്നെ ചിലപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് അല്ലാണ്ടേ ഇവാടാ ഇത് വെച്ചോ, ചിലപ്പോൾ ഒരു വലിയ പീസ് അലുവ, ഒരു ദിവസം നോക്കിയപ്പോൾ 2 കിലോ ഒരു അലുവയൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, നീ എല്ലാവരും കൂടെ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഗിഫ്റ്റുകൾ കൊടുക്കുന്നതാ. അതൊക്കെ എടുത്ത് അത്രത്തോളം സ്നേഹമാണ് മഞ്ജു ചേച്ചിക്ക് നമ്മുടെ അടുത്ത്. പിന്നെ മറ്റവരെ മാറ്റി നിർത്തുന്നതല്ല, ഇപ്പൊ ബിബിൻ ചേട്ടനായാലും ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, സംസാരിക്കും. അതായത് ബിബിൻ ചേട്ടനും നസീർക്കായാലും ബിബിൻ ചേട്ടനായാലും ഭയങ്കര, അതായത് അവര് നമ്മളെ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാ ഇങ്ങോടാ പിന്നെന്തൊരു വിശേഷം, ഇങ്ങോടെ പോയടാ, ഇങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, അത് നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും ബഹുമാനമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ് എല്ലാം. അവരെയൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മളൊരു ജഡ്ജായിട്ട് ഒരിക്കലും ബമ്പർച്ചിരിയിലുള്ള ആരെയും നമ്മൾ ഒരിക്കലും ജഡ്ജായിട്ട് കാണാൻ പറ്റൂല. നമ്മളെ ചേട്ടന്മാര്, നമ്മുടെ ചേച്ചി, ആ രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഇന്റിമസി നമ്മൾ. ഇനി അടുത്തത്, ഞാൻ 2 സിനിമ പേര് പറയും, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സിനിമ സെലക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാന്ന് പറയണം. 1 വാത്സല്യം, 2 വെറുതെ ഒരു ഭാര്യ. ഇതിലേത് സെലക്ട് ചെയ്യും? അങ്ങനെ വെറുതെ ഒരു ഭാര്യ എടുക്കും. നല്ലൊരു ത്രെഡ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൽ കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കണമെന്ന് ബാക്കിയുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് ആയിരുന്നു ആ സിനിമയിൽ കൊടുത്തത്. അത് ബാക്കിയുള്ള പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ആയിരുന്നു ആ സിനിമയിൽ. പിന്നെ ജയറാമിന്റെ ഭാഗത്തും ചിന്തിക്കുമ്പോഴത്തേന് ചിലപ്പോൾ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഫ്രീഡം കൊടുക്കാത്തത്. കാരണം സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. സ്വന്തം മക്കളെ കാര്യമായാലും ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേന് എങ്ങനെ സംസാരിക്കണം, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ഇതൊക്കെ ചിലപ്പോൾ മൈൻഡിൽ ഇങ്ങനെ ഓടുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങനെയൊക്കെ നിർത്താനായിരിക്കും ജയറാം ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് ഇഷ്ടം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ആകുന്നത്. പിന്നെ കൂടുതലും കിടക്കുന്നത് എന്താ പറയാ, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുക്കേണ്ട ഒന്നാണോ? ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം നമുക്ക് കൊടുക്കേണ്ട ഒന്നാണോ? കൊടുക്കാണ്ടല്ല, ഫ്രീഡം ഉള്ളതല്ലേ. ഫ്രീഡം ഉള്ളതാണ്ടാ. അപ്പൊ ഞാൻ പോണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ, തന്നല്ലേ പറ്റുള്ളൂ. നമ്മളെന്ത് ചോദിച്ചു വാങ്ങിച്ചു എന്താടാ പറഞ്ഞത്, അങ്ങനെയല്ല, അത് വിട്. ഫ്രീഡം കൊടുക്കാനുള്ള ഒന്നല്ല, കറക്റ്റ്. ഫ്രീഡം കൊടുക്കാൻ നമുക്കുള്ള സാധനം ഫ്രീഡം.
പക്ഷെ നമ്മൾ കല്യാണം കഴിക്കുമ്പോഴത്തേനും അതായത് ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് ആ സിനിമയിൽ കാണിക്കുന്ന റെഡ് ഫ്ലാഗ്സ് അത് കണ്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലത്തെ ഒരുപാട് പുരുഷന്മാരുണ്ട്. ഉണ്ട് അതിന്റെ ഉണ്ട് ഒരു പ്രതിനിധിയാണ് ജെറമിന്റെ ക്യാരക്ടർ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ്. പുള്ളിയുടെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ കാണാം. ഉം. അതുകൊണ്ടായിരിക്കും ഒന്നും ആളതുകൊണ്ടായിരിക്കും കാണാതെ ഒരിക്കലും സെലക്ട് റൈറ്റർ ചെയ്തത്. എഴുതൂലല്ലോ. അങ്ങനത്തെ പുരുഷന്മാരും കാണാം. ലാസ്റ്റ് ഒരു കമന്റ് ആണ്. ലല്ലു ക്ലീറ്റസിനെ പറ്റി അത്ര കാര്യമായൊന്നും പറയുന്നില്ല. കനകനെയാണ് പൊക്കി പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സീരിയൽ സമർത്ഥമായി അഭിനയിക്കുന്നത് ക്ലീറ്റോയും അമ്മാവനുമാണ്. ലല്ലു എന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല അത് കമന്റ് വന്നാണോ? കമന്റ് ആയിരുന്നു അത് ആ ഇന്റർവ്യൂവിന്റെ ആ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എനിക്ക് ഒരിക്കലും ആരും മോശമായിട്ടുള്ള അഭിനയിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. ഞാൻ ഒഴിച്ച് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അളിയൻസിലുള്ള ഓരോ കഥാപാത്രം ചെയ്യുന്ന ഓരോ ആൾക്കാരും അവരുടെ എക്സ്ട്രീം സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ആക്ടേഴ്സാണ്. ഞാൻ ഇവരൊക്കെ അഭിനയിക്കും. ഞാൻ ചെന്ന്, അതായത് ഞാൻ ഇല്ലാത്ത സീനിൽ ഞാൻ ചെന്ന് നോക്കും. ഞാൻ അപ്പം ഇങ്ങനെ ചിന്തിക്കും, മുത്തിനടക്കം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ അഭിനയിക്കുന്നു ഇങ്ങനെ. ഭയങ്കര ലൈഫ്. അത് എല്ലാവർക്കും അറിയാം. അളിയൻസ് എന്ന് പറയുന്ന ആ ഒരു സിക്കോം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലൈഫ്. നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലിയിൽ എന്ത് സംസാരിക്കുമോ അത് തന്നെയാണ് ആ സിക്കോമിലും അല്ലെങ്കിൽ ആ ഒരു സീരിയലിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ലൈഫാണ്. അത് പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് അഭിനയിക്കുമ്പോൾ പല സീരിയലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല അല്ലാത്ത പരിപാടികളും കണ്ടിട്ടുണ്ട്. അതെല്ലാം ആർട്ടിഫിഷ്യൽ. നമുക്കറിയാം ഒരാൾ അഭിനയിക്കുകയാണ്, ആ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മൈന്യൂട്ടായിട്ടെങ്കിലും തോന്നും. പക്ഷേ ഒരിക്കലും അളിയൻസിൽ എനിക്കിതുവരെ തോന്നിയിട്ടില്ല അഭിനയിക്കുകയെന്ന്. കാരണം നമ്മളൊരു ഫാമിലിയിൽ അച്ഛൻ, അമ്മ, മക്കള് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, ചേച്ചി എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ആ പുള്ളിയുടെ വ്യൂ പോയിന്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. 4 + 4 = 9 നയന എന്ന ആൻസർ കിട്ടുന്നത് എപ്പോ? സമ്മതിക്കണം കേട്ടോ. കാരണം ഈ ക്യാമറയുടെ ബാറ്ററി തീരാൻ സമയത്തിന് ഒരു കിടുക്കൊരു സാധനം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചോദിച്ച സാധനം ഇത് ഇതായിരുന്നാ. അതെ. ഞാൻ വിചാരിച്ചു എന്തോ ആധികാരികമായിട്ട് ലല്ലു നീ എങ്ങനെയാണ് അളിയൻസിന്റെ അതിലോട്ടൊക്കെ അതൊക്കെ അത് ആയിരിക്കും. ചോദിച്ച് കുസൃതി ചോദ്യത്തിന് വേണ്ടിട്ട് ചോദിച്ചു. ബാറ്ററി ഉണ്ടോ, 2 സെക്കൻഡ് കൊണ്ട് ഒരു സാധനം ചോദിച്ചോട്ടെ. ഇതായിരുന്നേ ഇത്. അലൻസിൽ കയറി ഞാൻ ആ, ചോദിച്ചായിരുന്നില്ലേ? ചോദിച്ചു. അല്ല ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഇതിന് ഉത്തരം നോക്കിട്ടൊക്കെ എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 4 + 4 = 9. ഉം. ഈ ആൻസർ കിട്ടുന്നത് എങ്ങനെ? 4 + 4 അങ്ങനെ കിട്ടൂല. 8 എന്നല്ലേ കിട്ടുള്ളൂ. 9 കിട്ടുന്നത് എങ്ങനെ? കിട്ടൂലടാ, അതിന് ആൻസർ പറ. കിട്ടത്തില്ല അങ്ങനെ. എങ്ങനെ കിട്ടും? അത് കിട്ടി. 4 + 4 = 9. ഒരു കുട്ടിക്ക് കിട്ടി. എങ്ങനെ 4 കിട്ടി? + 4 ഉത്തരം തെറ്റിപ്പോയോണ്ട്. അതെങ്ങനെ 9 കിട്ടും? ആ കുട്ടിക്ക് ഉത്തരം തെറ്റി, അതുകൊണ്ട് 9 കിട്ടി. ശ്ശിഷ്. എനിക്കതല്ലടാ, 2% ചാർജ് ഉള്ളു. ഒരു ചോദ്യം ചോദിക്കട്ടാന്ന് പറഞ്ഞ് വന്നപ്പോഴേ കൊള്ളാം. ആ ക്യാമറ സാധനം ഫണ്ണല്ലേ? സെറ്റ് സാധനം. സൂപ്പർ. ഇത് കേറും, ഇത് കത്തും കണ്ട്. വോയിസ് ഓഫ് കേരളയിൽ ഇതാണ് കത്താൻ പോണത്. എന്റെ ഇന്റർവ്യൂ അല്ല. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കുക.